Hello all, so welcome to our channel. So നാളെയാണ് നമ്മുടെ മാത്സിന്റെ എക്സാം നടക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ നമുക്ക് നേരെ ചാപ്റ്റേഴ്സിലോട്ട് പോവാം. സോ നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിച്ച് ഏറ്റവും ആദ്യം പഠിക്കേണ്ട അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുക. ആ ചാപ്റ്റർ പഠിച്ച ഉടനെ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ് തേർഡ് ചാപ്റ്റർ. ഓക്കെ, ഒന്നാമത്തെ മൂന്നാമത്തെ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കും. ഓക്കെ, ഈ ചാപ്റ്റേഴ്സിനായിരിക്കും ഒരു 40 മാർക്കോളം പകുതി മാർക്കോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ആ ഫസ്റ്റ് ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റേഴ്സിനായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അതിലാണ് ഡ്രോയിങ്സ് ഒക്കെ വരും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. പിന്നെ മാത്തമാറ്റിക്സ് ചാൻസ് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. പിന്നെ സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10 to 15 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 10 to 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം 2025 മുതൽ പുതിയൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണല്ലോ എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 വേർഡ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും. പല കുട്ടികളും ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് സമയം ചെലവഴിക്കും. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതിന് ഒരുപാട് ടൈം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാൻ നോക്കി. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു സമാന്തര ശ്രേണിയുടെ എന്ത് തന്നിട്ടുണ്ട്, nth ടേം തന്നിട്ടില്ലേ, nth ടേം തന്നിട്ടുണ്ട്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ xn എന്ന് പറയുന്നത് 4n+1 ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 4n+1 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ 10ാമത്തെയും 15ാമത്തെ ടേം തമ്മിൽ ഡിഫറൻസ് നമ്മൾ ചോദിച്ചത് 15ാമത്തെയും അതുപോലെ 10ാമത്തെ ടേം തമ്മിൽ ഡിഫറൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിത് ഇങ്ങനെ 10ാമത്തെ ടേം കണ്ട് 15ാമത്തെ ടേം കണ്ട് ആ അങ്ങനെ ഡിഫറൻസ് വേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? 15th അതേപോലെ 10th ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് തമ്മിൽ 5ന്റെ ഡിഫറൻസ് അല്ല പൊസിഷനിൽ. അപ്പൊ 5d ആയിരിക്കും ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം തരുമ്പോൾ എന്നിന്റെ കോഎഫിഷ്യന്റ് ആരാണോ, എന്നിന്റെ കൂടെ വരുന്ന ആളാണ് എന്ത് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ d എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും, 5 × 4 എന്ന് വരും. ആൻസർ എത്ര വരും, 20 എന്ന് വരും. സോ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ചെയ്തു പോകാൻ നമ്മൾ ഒരുപാട് ടൈം എടുക്കില്ല. സോ ഡയറക്റ്റ് ആയി പെട്ടെന്ന് ചിന്തിക്കുക, ആൻസർ ചെയ്യാം. ഒരുപാട് എസ് ചെയ്തിട്ടും കാര്യമില്ല, ആൻസർ തെറ്റാണെങ്കിൽ ഒന്നും കിട്ടില്ല. ആ രീതിയിലാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ എല്ലാവരും നല്ലപോലെ എക്സാം പ്രിപ്പയർ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.